ഗേസ് അങ്ങനെ എൻ്റെ ഫൈനൽ എക്സാമിങ് എത്തി കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു കൊല്ലമായിരുന്നു. എൻ്റെ കോഴ്സ് തീർന്നു ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. പക്ഷേ എന്തായാലും എക്സാം എത്തി. സോ നമുക്കിന്ന് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലോ. ഇന്നലെ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് മുഖം ആകെ ഡള്ളായിട്ടുണ്ട്. സോ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ഫേസ് മാസ്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് സെറ്റ് ആകുമ്പോഴേക്ക് ഞാൻ വെച്ചൊന്ന് മുടി കെട്ടാന്ന്. കാരണം ഏറ്റവും പാടുള്ള പോർഷനാണ് ഗേസ് ഈ മുടി കെട്ടുക എന്നുള്ളത്. ഫ്രഞ്ച് ട്വിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് റിസ്ക്കാണ് മുടി കെട്ടുക എന്നുള്ള കാര്യം. സോ ആദ്യം തന്നെ ഞാൻ മുടി കെട്ടി വെച്ച് അതൊരു സൈഡാക്കി പകുതി പണി തീരുമല്ലോ, അങ്ങനെ അതൊരു സൈഡാക്കി. പിന്നെ അപ്പോഴേക്ക് ഫേസ് സെറ്റ് ആയതുകൊണ്ട് ഞാൻ സ്കിൻ പ്രെപ്പിലേക്ക് കടന്നു. ആദ്യം ടോണർ, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ് ബാം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ട് കഴിയുമ്പോഴേക്ക് നമ്മുടെ സ്കിൻ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആകും. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. മേക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മേക്കപ്പ് ഇടാൻ അറിയേയില്ല. പണ്ടെല്ലാം ഞാൻ ഇപ്പോൾ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേന്ന് ട്രൈ ചെയ്ത് നോക്കും. ബട്ട് അതൊരിക്കലും സെറ്റാവില്ല. സോ ഞാൻ ഇട്ടിട്ട് പോക്കുമില്ല. എനിക്ക് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് വേണം. അതായത് നമുക്കിപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യമായിക്കോട്ടെ, മേക്കപ്പിൻ്റെ കാര്യമായിക്കോട്ടെ, ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നണം കൊള്ളാം ഇതിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് പറ്റില്ല കേസ്. ഇപ്പം എനിക്ക് അങ്ങനെ തോന്നി ആണെങ്കിൽ എനിക്ക് ഓക്കെ. ഇപ്പം മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നില്ല, ബട്ട് എനിക്കത് സാറ്റിസ്ഫൈഡ് ആണ്. ഇത് ഓക്കെയാണ്, പുറത്ത് പോകുന്നതാണ് ഓക്കെ. ഇല്ല, എന്നെ കൊണ്ട് പറ്റത്തേ ഇല്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ മേക്കപ്പ് ഇടാൻ പ്രോ ആയെന്നൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം എനിക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്ത് പുറത്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നത് കുഞ്ഞു കുഞ്ഞു മുടികൾ എണീറ്റിരിക്കുന്നു ഗൈസ്. ഞാൻ വാക്സ് വെച്ച് തേച്ച് അവരെല്ലാം അങ്ങോട്ട് ഉറക്കി കിടത്താന്ന്. അങ്ങനെ തലയെല്ലാം ഞാൻ എല്ലാം വെച്ച് തേച്ച് പൈനാക്കി വെച്ച പോലെ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു ഐബ്രോസ് ഫില്ല് ചെയ്ത് വെച്ചപ്പോൾ ഏകദേശം ലുക്ക് കംപ്ലീറ്റ് ആയി. പക്ഷേ ലിപ്സ്റ്റിക് ഇടാൻ മറന്നുപോയി ഗൈസ്. നമുക്ക് കോളേജിൽ നിന്ന് കുറേ ലിപ്സ്റ്റിക്കും കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം തരും കേട്ടോ. പക്ഷേ ഇവരെ ലിപ്സ്റ്റിക് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് അത് മാത്രം ഇടാൻ എനിക്ക് ഇഷ്ടമല്ല. സോ എൻ്റെ കയ്യിലുള്ളൊരു ലിപ്സ്റ്റിക്കും അവരെ ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇത് കാണുമ്പോൾ ഒരു ബ്രിക്ക് ഷെയ്ഡ് ആണെങ്കിലും ഇതല്ല കേട്ടോ, കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. അങ്ങനെ എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഞാൻ പോയി എക്സാം എഴുതിയിട്ട് വരാം.